അയ്യാ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്ക് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് നമ്മള് ഗോവയിൽ റൂം ഞാൻ കുറച്ച് വൈഡ് ആംഗിൾ ഇട്ട് കാണിച്ചു തരാം. ഇറ്റ്സ് എ ഡീസന്റ് റൂം. ഡ്രസ്സ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ബിക്കിനിയാണ് ഇടുന്നത്. ആലിബ് ഷഡ്ഡി ജോക്കിന്റെ. ഇവരാദ്യം പറഞ്ഞ് 150 റുപ്യ തരും. ഞാൻ പണ്ട് അവിടെ വന്നപ്പോൾ 50 റുപ്യക്കാ ചെയ്തത്. അപ്പോൾ ഒരു പറഞ്ഞാൽ ശരി 25 റുപ്യ ചെയ്തു. പക്ഷെ അതിനെക്കാട്ടും കുറേ റേറ്റിന് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്ന് ഗോവയിൽ പോവാണ് അല്ലേ? ലെറ്റ്സ് ഗോ. ഹായ്. അപ്പോൾ നമ്മളിന്ന് ഗോവയിൽ പോവാണ്. അതിന്റെ അമ്മന്റെ കാറില് നമ്മള് പെട്ടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് 1, 2, 3 ഈ 3 പെട്ടി മാത്രമാണ് എടുത്തത്. കുറവുള്ളൂ. ഇപ്രാവശ്യം ഞമ്മള് കാറിലാണ് പോകുന്നത്. കാറിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാ താഴെ ഫുള്ള് DJ ലൈറ്റ് ആണ്. ഇവിടെ ഞാൻ കയറട്ടെ. ഞമ്മള് കൊറേ നേരം പറയുന്ന ഗോവന്റെ മുടി കളർ ചെയ്തിട്ടുണ്ട് ഗോവയിൽ പോവാൻ വേണ്ടിട്ട്. ഒരു ട്രോപ്പിക്കൽ വൈബൊക്കെ ആവാൻ വേണ്ടിട്ട്. നമ്മള് പോയാല് നമ്മളെപ്പോഴാ അവിടെ എത്താ? നാളെ രാവിലെ എത്തോ? എന്നാ ഓക്കെ ഗൈസ്, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അടിച്ചോ ഗൈസ്. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ്. ഇവന്റെ മുടി വെട്ടി നോക്ക്. ഇല്ല പിന്നെ എന്റെ മുടി നോക്കിക്കലാണല്ലോ പണിയില്ലായിരിക്കും. തിരിഞ്ഞിക്ക്. ഇപ്പൊ ഒരു ക്യൂട്ട് ഒരു ക്ലീൻ ബോയ് ആയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞു മോന്. മാഹിയിലെ പെട്രോളിന് 10 റുപ്യ കുറവാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 10 റുപ്യ കുറവാ. ആ 10 റുപ്യ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുണ്ടങ്ങള്. അത് ഇവിടെ എത്തിയത് തന്നെ 2-3 കിലോമീറ്റർ ഒക്കെ സർവീസ് റോഡ് കൂടെ വന്നിട്ടാ. എന്നിട്ടുള്ള തിരക്കുണ്ടങ്ങള്. എനക്കാടി അല്ല നാട്ടിൽ നിന്ന് പെട്രോൾ അടിക്കുന്നതാ ഗൈസ്. നമ്മള് 27 ലിറ്റർ പെട്രോൾ അടിച്ച് ഐ തിങ്ക് ഒരു 250 റുപ്യൊക്കെ ലാഭിച്ചെന്ന് തോന്നുന്നു. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. സോ ഇപ്പൊ സമയം 2:30 അങ്ങനെ എന്തോ ആയിണ്ട്. 3:10. സോ നമ്മള് 8:30 ആവുമ്പം ഗോവയിൽ എത്തുന്നാണ്. എത്തോ? അലു പിന്നെ വലിയ എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് 3:30 എത്തും. പക്ഷേ 8:30 മുന്നേ എത്തുന്നാണോ പറയുന്നത് ഗൈസ്. എനിക്കില്ലേ മൂത്രക്കടിച്ചൽ ഉണ്ടായതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ ഓരോ പമ്പിലും നിർത്തേണ്ടി വരും. എല്ലാ പമ്പിലും. ഇതിന് മുന്നേ ഗോവയിൽ പോയിട്ടുണ്ടോ? പറയൂ. നോ. സോ ആലിഫ് ഫസ്റ്റ് ടൈം ആണ്. ഞാൻ പിന്നെ ഗോവയിൽ ഐ തിങ്ക് ഒരു 4-5 ടൈംസ് പോയിട്ടുണ്ടെന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഗോവയിൽ പോയത് നമ്മള് റിലേഷൻ ആവുന്ന നമ്മള് ടോക്കിംഗ് സ്റ്റേജ് ഇല്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? നമ്മള് ലൈക്ക് ഞാൻ ഗോവയിൽ പോയപ്പോ നമ്മള് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. ലൈക്ക് ഞാൻ ഗോവയിൽ പോയ സമയത്താണ് നമ്മള് കമ്പനി ആയത്, നല്ല സംസാരിക്കാനൊക്കെ. ഞാനാണേലും ഗോവയിലാണേലും ഇവനോട് ടെക്സ്റ്റ് ആക്കി തന്നെ ഇങ്ങനെ ഇന്നെ കളിയാക്കുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കുവാണെങ്കിൽ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ഇന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യാന്ന്. അപ്പൊ എന്നെ കളിയാക്കരുത്, നല്ല ജെന്റിൽമാൻ ആയിട്ട് നിൽക്കണം. ഈവൻ ദോ ഈ ജെന്റിൽമാൻ അല്ലെങ്കിലും ഈ ജെന്റിൽമാൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് യു ആർ എ ജെന്റിൽമാൻ. മനസ്സിലായില്ലേ? പിച്ചുമ്പയും പറയാ, ഉറക്കില്ലാണ്ട് വായ തോന്നിയാ വിളിച്ചു പറയാ. ഇപ്പൊ സമയം 4 മണിയായിട്ടായിന്ന് തോന്നുന്നു. ഹോപ്പ്ഫുള്ളി നാളെ നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇവിടെ ഒരു പച്ച തവള മൂത്രമൊഴിക്കാൻ വന്നതാന്ന് തോന്നുന്നു ബാത്റൂമില്. എന്റെ മോനെ എമ്മ വെൽപ്പാച്ച മൂത്രമൊഴിച്ചപ്പോ. അത് ശരി. ഗൈസ്, എന്റെ വെൽപ്പം കണ്ടോ? പാമ്പിനെ പോലെ ഉണ്ട് കാണാന്. പോലെ അല്ലേ? ചാടുമ്പോ മൂത്രമൊഴിക്കുന്നേ.
എടാ അത് പ്രഗ്നന്റ് ആണ്. പുറത്തോട്ടുണ്ടാവാ അല്ല എന്നാലും പള്ള വീർത്തിട്ട് ബാക്കോട്ടേക്ക് ആയതാണെങ്കിലോ? സോറി. ഒരു പ്രഗ്നന്റ് ലേഡീനെ ഈ പീഡിപ്പിച്ച മായേ. അയ്യാ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്ക് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് നമ്മള് ഗോവയിലെത്തി. ഞാനും കൊറേ ഹിന്ദി പാട്ടുകളും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ എത്തി. അല്ല എനിക്ക് കാറോട്ട് അറിയണമെങ്കിൽ ഞാൻ എന്തായാലും അലിബിനെ ഹെൽപ്പ് ചെയ്യണം. നമ്മളെ റൂമില് എത്തി. സോ പാർക്കിങ്ങിലേക്ക് പോവാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടിൽ പോലും ഇല്ലാത്ത അത്രയും ചെറിയ ഇടവായി കൂടാണ് ഇയാള് കൊണ്ടുപോകുന്നത്. പക്ഷെ അയ്യോ സൗണ്ട് വരുന്നു. പക്ഷെ സെറ്റ് റൂം അല്ലേ അലിബ? ഈ കണ്ടോ അതിന്? ഞാൻ കണ്ട്. ഭയങ്കര തിരിച്ചു കൊണ്ടുപോകും നമ്മളെ. അല്ല ദാദാ നല്ല റൂം കിട്ടോ. ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അത് നമുക്ക് നല്ല റേറ്റിനാണ് കിട്ടിയത്. നമ്മളാണ് ബാഗ ബീച്ചിലാണ്. ഇവിടെ ഓഫ് സീസണാ. എന്താ ഇത്ര റേറ്റ് കുറവ്? ഇത്ര റേറ്റ് കുറവ് വെച്ചാ വലിയ റേറ്റ് കുറവൊന്നുമല്ല. ഒരു 4800 പറഞ്ഞത് നമ്മള് പറഞ്ഞ് 4400 ആക്കി. അപ്പൊ നമ്മള് 3 days ആ റൂമിലായിരിക്കും നിക്ക. ഓക്കെ ഗായ്സ്, ഞാൻ റൂമിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ. എന്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയിക്കുന്നു. പിന്നെ നമ്മള് ഇതിന് മുന്നേ നേരത്തെ എനിക്ക് ലേശം ഉറക്കബോധം വന്നപ്പം ഉറക്കത്തുനിന്നും ബോധം വന്നപ്പോ ഞാൻ ഈ ഒരു ജാമ്പക്ക വാങ്ങിന് ഇവിടുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല അലിബ്. ഓക്കെ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമാണ്. ഞാൻ കാണിച്ചു തരാം. കഴിക്കുമ്പോ പുഴുനോ നോക്കിയാ മതി. അലിബിന് ഒരു പുഴുനായിട്ട് തിന്നുമ്പോ ഞാൻ പറഞ്ഞില്ല ഇയാള് കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകുന്നു. നല്ല രസമുണ്ട്. നമ്മളെ റൂം 2 കിലോമീറ്റർ അപ്പുറ, പാർക്കിംഗ് 2 കിലോമീറ്റർ അപ്പുറ. അപ്പൊ റൂമിൽ നിന്ന് 2 കിലോമീറ്റർ നടന്നാലോള് കാറിന്റെ അടുത്തേക്ക് എത്താം. നടക്കണ്ട. എന്താ സ്കൂട്ടറും കൊണ്ടിട്ട് അലിവ് ബായിനെ വലിച്ചോണ്ടിക്ക. നമ്മള് വണ്ടി കയറിയിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ പാർക്ക് ചെയ്തിട്ടേ വണ്ടിപ്പല് ഫ്രീ സർവീസാ. പാർക്കിങ് 2 കിലോമീറ്റർ അപ്പുറമാണ് റൂമിന്റെ. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് 2 കിലോമീറ്റർ അപ്പുറമുള്ള ആക്കിയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലേ? ആലിബ് ചോദിക്കാണ് കാർ ഒരു ഹെൽപ്പ് ചെയ്യാം. റൂമിലെത്തിയിട്ട് കാണാം. ഓര് എന്തോ കുടിക്കാൻ തോന്നിയുണ്ട്. ഇത് കൊക്കും ജ്യൂസില് കൊക്കും ജ്യൂസില് ചാറ്റ് മസാല ഇട്ടതാ. ഉപ്പും സ്റ്റിങ്ങില് ചാറ്റ് മസാല ഇട്ടത്. ഗൈസ് ദിസ് ഇസ് പൂൾ, ദിസ് ഇസ് ആലിബ്, ദിസ് ഇസ് നമ്മളെ റൂം. അവർ റൂം ഞാൻ കുറച്ച് വൈഡ് ആംഗിൾ ഇട്ട് കാണിച്ചു തരാം. ഇറ്റ്സ് എ ഡീസന്റ് റൂം. പക്ഷെ നല്ല രസമുണ്ട് അല്ലേ അലിബ്? നല്ല ഭയങ്കര ആസ്തറ്റിക് ആയിട്ടുള്ള റൂം. ദിസ് ഇസ് മീ, ദിസ് ഈസ് ആലിബ്. ഇവിടെ വി ഗോട്ട് നല്ല ബെഡ്, ആലിബ്, സോഫ ഉണ്ട്. എന്നിട്ട് എന്താ എങ്ങനെ തുറക്ക? പിന്നെ ഇതിങ്ങനെ പൊക്കി ഓക്കെ. ഇങ്ങനെ തുറന്നാല് ഇവിടെ ആരാന്റെ ചിക്കിട്ട ഷെഡൊക്കെ കാണാ. ചിലപ്പം കത്തും. ചിക്കിട്ട ഷെഡില്ല.
ഞാനും നാളെ മുതൽ ഇവിടെ ചിക്കിടും, അത് വേറെ കാര്യം. അങ്ങനെ തുറക്ക, ഇത് തുറന്നിങ്ങനെ പുറത്തേക്ക് നടന്നാല് ഞമ്മക്ക് ഇവിടെ ഇതെന്തിനാണ് തീപ്പെട്ടിയൊക്കെ വെച്ചത്? ആ അവിടെ മറ്റേ കാൻഡിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഡിന്നർ കഴിക്കാനായിരിക്കും. 2 ഇരിക്കുന്ന സീറ്റ് ഉണ്ട്. ഇവിടെ ഇരുന്നോണ്ട് സായിപ്പന്മാര് കുളിക്കുന്ന ബ്രോ ഐം ജോക്കിങ്. നല്ല അടിപൊളിയായിട്ട് രാവിലെ ഉറങ്ങി എണീച്ച് പല്ലും തേക്കാതെ പൂളിലേക്ക് ചാടാം. പൂള് ക്ലോസ്ഡോ? അലി പൂൾ ഈസ് ക്ലോസ്ഡ്. കുളിക്കണ്ട. ദിസ് ഈസ് എ വെരി ചെറിയൊരു സ്ഥലം, കണ്ടില്ലേ? ഇത്ര ഉള്ളൂ ഈ ഒരു റൂം. പക്ഷെ ഇറ്റ്സ് വെരി പീസ്ഫുൾ. ലൈക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ആലിമിനൊരു സ്വഭാവമാണ് കേട്ടോ. ഓനെ CBSE പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് നല്ലോണം അറിയാം. ഞാൻ കേരള സിലബസാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇവനെക്കാട്ടി അറിയട്ടോ. പക്ഷെ ഗ്രാമർ കുറച്ച് തെറ്റും. അപ്പം ഇവനെന്താക്കും മെയിൻ ആവാൻ വേണ്ടിട്ട് അതല്ല ഇത് ഐ ഡിഡിന്റ് ന്യൂ എന്നൊക്കെ ഞാൻ ചിലപ്പം പറയും. കേക്ക് ഐ ഡിഡിന്റ് ന്യൂ എന്ന് നമ്മൾ പെട്ടെന്നൊക്കെ പറയുമ്പോ ഐ ഡിഡിന്റ് ന്യൂ എന്നൊക്കെ പറയും. അപ്പൊ ആര് പറയും ഐ ഡിഡിന്റ് ന്യൂ അല്ല, ഐ ഡിഡിന്റ് നോ. അത്ഭുതം, ആദ്യമായിട്ടാണ് ഈ മുട്ടായിക്കൊക്കെ കറക്റ്റ് റേറ്റില് ഒരു മെനു കാർഡിൽ കൊടുത്തത്. അല്ല 2 എണ്ണത്തിനാണ് മൊയിന്തേ അല്ലല്ലേ, ഒന്നിനല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവല്ലേ അല്ലേ? ലേസിന് 10 ഉറുപ്പ്യന്റെ 20 ഉറുപ്പ്യ. 20 ഉറുപ്പ്യ. എന്താ പ്രശ്നം പറയൂ. പക്ഷെ എന്നെ ഫോക്കസ് ആവില്ല. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവല്ലേ അല്ല അലി? നമ്മള് പൂളിൽ പോവാൻ വേണ്ടിട്ട് ഡ്രസ്സ് സെറ്റാക്കി കൊണ്ടിരിക്കാണ്. എന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ബിക്കിനിയാണ് ഇടുന്നത്. ആലിബ് ഷഡ്ഡി ജോക്കിന്റെ. സോ ഗൈസ് മാറ്റിയിട്ട് വരാം. ഗൈസ് നമ്മള് പൂളിൽ പോവാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ചാടാം. നമ്മളിവിടെ എവിടെ വെച്ചിട്ട് ചാടുന്ന കാണിക്കാം. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വെറുതെ ചാടുന്നത്. ആലിബ് ഞാന് ഒരു ദീർഘ ഉറക്കത്തിന് ശേഷം ഉറങ്ങി എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഇന്നത്തെ എൻ്റെ ഈവനിങ് ഡ്രസ്സ് ഇതാണ്. ഐ ഗോട്ട് ദിസ് ബെൽറ്റ് ഡീറ്റെയിലിംഗ് ഹിയർ. പിന്നെ മാല, വള, കമ്മൽ, തൊപ്പി. ഫൈനലി നമ്മൾ പുറത്തു പോകാൻ വേണ്ടി മാറ്റി. ദിസ് ഈസ് ആലിബ്. ഹൈ പറ. അയ്യോ ഞാൻ ഗ്ലോ ചെയ്യുന്നു. ഇതാണ് കേട്ടോ ആലിബിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ എടുത്തരാം. മുഖത്ത് കണ്ണട, മേത്ത് ടീഷർട്ട്, കയ്യിൽ ബാഗ്, കാൽമ ട്രൗസർ, ഷൂ സോക്സ്. ഇങ്ങോട്ടൊക്കെ ഇവിടെ ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബെൽറ്റ് നമ്മള് ഫുഡ് അയച്ചില്ല. രാവിലെ ഞാൻ ഫുഡ് അയക്കാൻ എണീച്ചില്ല. അവനാണ് എണീച്ച് ഫുഡ് അയച്ചത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കഫേയിൽ വന്നതാണ്. ഇതാണ് കേട്ടോ കഫേ. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഏർത്തി വൈബ്. ഗൈസ് നമ്മളിവിടെ വന്ന് ഇരുന്ന് മെനു ഒക്കെ നോക്കിയപ്പം നോൺ വെജിന്റെ പേരൊന്നും മനസ്സിലാവില്ല. ഐ മീൻ മനസ്സിലാത്ത കുറെ പേര് കേട്ടോ. അല്ല ഞാൻ ആ ഒരു ആകാംക്ഷ കൊടുത്ത് പറയട്ടെ. അപ്പം ഞാൻ വിചാരിച്ച്
ഇവരെ പേര് മനസ്സിലാവാനായിട്ടാണ്. പക്ഷെ ഇവര് ഇൻഗ്രീഡിയൻസിൽ ബഫല്ലോ റിക്കോട്ടോ അങ്ങനെ എന്തൊക്കെ പേരൊക്കെ ഉണ്ട്. ഓക്കെ എന്താന്ന് വരോ ചോദിക്കാന്നൊക്കെ വിചാരിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെ വെജ് ഉള്ളൂ, നോൺ വെജ് ഇല്ലാന്ന്. വാട്ടുടു. പക്ഷെ വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മള് മഷ്റൂം ഒക്കെ ഇട്ട ഒരു പിസ്സ വാങ്ങി. ലലിപ് ഇവിടെ ഭയങ്കര നല്ല നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് നാച്ചുറലായിട്ട് എന്തൊക്കെയോ ചിരട്ടയില് ഒറിഗാനോയും ചില്ലി പിന്നെ ചിരട്ടയിലൊക്കെയാണ് ഇട്ട് വന്നത്. ഇവിടെ ഇടുന്ന ആയിക്ക് ലക്ഷറി ലൈഫാ. ഒരു ഫുൾ ടേബിള്, പാട്ടും കേട്ട് കാറ്റും കൊണ്ട് ഉറങ്ങാം. ഓ ലൈഫ് തന്നെ. സത്യം പറഞ്ഞല്ലേ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കിയാല് ഇതൊക്കെ ഇവരുണ്ടാക്കിയതായിരിക്കും. അതില്ലേ നമ്മളെ ബീർ ബോട്ടിലുണ്ടല്ലോ, അതൊരു പോളിഷൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനം തോന്നുന്നു അല്ലേ? ബീർ ബോട്ടില് ഇല്ല. ഈവൻ ഈ പ്ലേറ്റ് വരെ നമ്മളെ പാനിപ്പൂരി വാങ്ങുമ്പോൾ തരുന്ന ആ പ്ലേറ്റ് ഇല്ലേ, അതിൻ്റെ വലിയ വേർഷനാണ്. ഇവിടെ എന്നും ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓൾസോ പിസ്സ കുറച്ച് വാങ്ങിയത് വലുതായി പോയോന്നൊരു സംശയം. ഈ ആയിക്കോത് ഉള്ളൂ. ഞാൻ രണ്ടു മൂന്ന് പീസൊക്കെ കഴിക്കൂ. ഇത് ഭയങ്കര വലുതാ. ഗൈസ് നമ്മൾ പിസ്സ കഴിച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടേനു? നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ച് വെജ് ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന്, പക്ഷെ ഇറ്റ്സ് സോ ഗുഡ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള പിസ്സ അല്ലേ? അതിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? നല്ല രസമുണ്ട് ശരിക്കും, പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ആ ലൈക്ക് ഒരു അപ്പം തന്നെ ഉണ്ടാക്കി തന്നതാ, പക്ഷെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 10 minutes മാക്സിമം അപ്പത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ, പക്ഷെ സരായ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതെന്നാണ് കേട്ടോ നമ്മളിത് കഴിച്ചത്. സോ ഇത് എന്തേലും ബാഗ ബീച്ചിൻ്റെ ഒക്കെ എടുത്താന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പ്ലേസ് ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഇവിടെ വന്ന് എന്തായാലും കഴിച്ചോക്കെ. ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ, ഇറ്റ്സ് ആക്ച്വലി എ ജെന്യൂൺ റിവ്യൂ. ലിപ്സ്റ്റിക്ക് കുറവാ കറക്റ്റാ. നമ്മളിപ്പോൾ വന്നത് ജംഗിൾ കഫേ പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടുത്തെ ഞാൻ സജസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നൊക്കെ ഇവിടെ നോൺ വെജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവും എന്തായാലും, കാരണം ബാർ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. സോ കമോൺ ഗൈസ്. തക്കാളി വാങ്ങട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? എൻ്റെ ടീഷർട്ടും ചാമ്പി, ഞാൻ ഇടാൻ വെച്ച ടീഷർട്ട് ചാമ്പി ഉണ്ട്, ബെൽറ്റ് ഒക്കെ ഇട്ട് നിനക്ക് അന്ന് ഞാൻ പറയാ ഒരു ബോളുള്ളൊരു ടീഷർട്ട് എടുത്തിട്ട് ഇതിട്ടോന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് 350 ഉറുപ്പ്യൻ്റെ ഏറ്റവും ടീഷർട്ടാണ്. ആല് വിട്ടത് 1500 ഉറുപ്പ്യൻ്റെ ഏറ്റവും കപ്പൻ്റെ ടീഷർട്ടാണ്. ക്വാളിറ്റി മാറ്റേഴ്സ് ബ്രോ. ആ എന്നിട്ട് ഓനിക്ക് അത് പോരാ, ഓനിക്ക് എൻ്റെ ഈ ഡ്രസ്സ് തന്നെ വേണം. പെൺകുട്ടികളിടുന്ന ഡ്രസ്സ് ഇട്ട് നടക്കല്ല അലിബേ. ബി എ മാൻ. ഓ ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട്. ഇപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കൊടുങ്കാടിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. രണ്ടാമത്തെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത പിസ്സ ആണ്, പക്ഷെ ഇത് ചിക്കൻ ടിക്ക പിസ്സ ആണ്. ലെറ്റ്സ് ട്രൈ ദിസ്. രസമുണ്ട്, പക്ഷെ അവിടുത്തെ അത്ര ഒരു ഫ്ലേവർ ഇല്ല. രസമുണ്ട്, പക്ഷെ ആ ഒരു ഫ്ലേവർ അവിടെയാണ് കുറച്ചുകൂടി ഉള്ളത്. കാണാൻ നല്ല ഫ്ലേവർ ഉണ്ട്. അടുത്തത് നമ്മൾ സീ ഫുഡ് പാസ്തയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിന് 600 ഉറുപ്പ്യാണ്. ഇതിൽ കടുക്ക, കൂന്ത, ചെമ്മീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കടുക്ക പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല, അത് കുറച്ച് കൂടിപ്പോയി. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട്. ഇഷ്ടമായോ?
രസമില്ലേ? എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ പള്ളം നിറഞ്ഞി. പക്ഷെ ഇതും കൂടി നമ്മൾ അറിയാതെ ഓർഡർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല മസാലൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് നല്ല ടേസ്റ്റുള്ള പോലെ ഉണ്ട്. ഓ ഷിറ്റ്, ഇത് മധുരമുള്ള സാധന. എനിവേസ് നമുക്കൊന്ന് തിന്ന് നോക്കാം. എരുണ്ട്, പക്ഷെ ഭയങ്കര മധുരമാണ്. കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ കിട്ടിയ ബ്രെഡാണ്. മസാല വേവാത്ത പോലെ. ഇതിന് മധുരത്തിന് പകരം ഉപ്പ് ചെയ്യണമെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല. പക്ഷെ മധുരം അതാ പ്രശ്നം. നമുക്ക് തൽക്കാലം ഫ്രഞ്ച് ഫ്രൈസ് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, സോ നമ്മളിപ്പോൾ ഉള്ളത് ബാഗ ബീച്ചിലാണ്. നമ്മളെ റൂമിൽ നിന്ന് ഒരു 5 minutes ഉള്ളു കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മൾ റൂം എന്തേന് കണ്ടോലം എന്നറ്റം പറഞ്ഞ ബീച്ചിൻ്റെ അടുത്താണ്. സോ നമ്മൾ ബാഗ ബീച്ചിൽ താലിബ് എന്തിനാ ബാഗ ബീച്ചിൽ വന്നത്? ഞാൻ പറഞ്ഞ ആലിബിനോട് ബാഗ ബീച്ചിൽ പോവാ, ഇവിടെ നല്ല സെക്സി ലേഡീസിനൊക്കെ കാണുന്നു അല്ലേ? I am one of them അല്ലേ? സോ ഇവിടെ ഞാൻ വന്നത് എന്തിനാ വെച്ചാ നിർത്തിക്കില്ല. ഞാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ഒരു ബാഗ് വാങ്ങണം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. മേ ബി ചിലപ്പം ഹുക്ക വലിക്കും അല്ലേ? വേണ്ട, നമ്മള് സാലിയത്തായ ദീനിയാടാ. മുടിയിൽ മറ്റേ ബ്രെയ്ഡ് ചെയ്യാൻ പോവാ. ഇവരാദ്യം പറഞ്ഞ് 150 ഉറുപ്പ്യ തന്നു. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ 50 ഉറുപ്പ്യൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു പറഞ്ഞു എന്നാൽ ശരി 25 ഉറുപ്പ്യൊക്കെ ചെയ്തു. പക്ഷെ അതിനെക്കാട്ടും കുറേ റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്, അതിൽ കുറഞ്ഞ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട്. നമ്മളിവിടെ നിന്ന് വന്നിട്ട് മാങ്ങ പൈനാപ്പിളൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പൈനാപ്പിളും ഒരു മാങ്ങയും വാങ്ങി. ഞാൻ ഫൈനലി എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരാഗ്രഹം സാധിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കാട്ട് റേറ്റ് എനിക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ ബാർഗെയിനിങ് സ്കില്ല് വർക്കായില്ല. ബട്ട് എനിവേസ് ഐ ഗോട്ട് ഇറ്റ് റൈറ്റ്. ഇത് പറഞ്ഞ് ഇത് നമ്മളെ മുടിയിൽ 5 10 5 ഒക്കെ കഴിഞ്ഞ ലാസ്റ്റില്ലേ ഓരോ വായന്ന് വീണോ വാഷബിളാണ്. അതിലൊരാളെ സന്തോഷം കണ്ടീനോ. കുടിക്കലൊന്നുമില്ലല്ലോ, അപ്പോൾ ഒന്നെടുത്ത് കളയേണ്ടി വരുന്നൊക്കെ വിചാരിച്ചിരിക്കേനു. സന്തോഷായി. ഇവിടെ ഇല്ലേ നമ്മൾ അന്ന് വന്ന പോലല്ല കേട്ടോ. ഇവിടെ ഭയങ്കര കുറച്ചുകൂടിയും ഒന്ന് അപ്ഡേറ്റഡായി. നമ്മളില്ലേ ഇവിടുന്ന് കയറി വന്നപ്പം തന്നെ ഒരു സ്ഥലം കണ്ട് വിചാരിച്ച് ഓക്കെ ഇവിടെ ഇരിക്കാന്ന് ഇരുന്ന് മെനു തുറന്നപ്പോ അവിടെ എന്റെ പഠിച്ച റബ്ബേ, ഒരു മറ്റെന്താണ് ഫിഷ് ആൻഡ് ചിപ്സിന് 1200 ഉറുപ്പ്യ, ഒരു സാൻഡ്വിച്ചിന് 600 ഉറുപ്പ്യ, ഒരു ജ്യൂസിന് ഒരു സാധാ ജ്യൂസിന് 250 ഉറുപ്പ്യ. 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഉണ്ടാവില്ല ഇത്രയും റേറ്റ്. ഇവിടെ വരുന്നവരില്ലേ ആധാരം പണയം വെച്ച് വരാന് നോക്കുക. യോജിക്കുന്നു. ഇനി കാണാം. നമ്മള് ഒരു പിനക്കോളാട വാങ്ങിയിട്ടുണ്ട്, ഒരു വാട്ടർമെലൺ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ അറിയില്ല ഒരു മറ്റെന്തേലും അതിന്റെ പേര് സ്ക്വിഡ് ഗോൾഡൻ ഫ്രൈ എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് എനിവേസ് ലെറ്റ് സീ എത്ര ആവും ബില്ലെന്ന്. ഞാൻ വാങ്ങിയ പിനക്കോളാട എത്തി. ഇതില്ലേ പൈനാപ്പിൾ ജ്യൂസിൽ തൈര് വെച്ച പോലെ ഉണ്ട്. അല്ലടാ പുളി പൈനാപ്പിളിൻ്റെ. പിന്നെ ഇത് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ ഐസ്ക്രീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ ഒരു പൈനാപ്പിൾ ജ്യൂസിൽ തൈര് ഒഴിച്ചൊരു വൈബ്. ഇതാണ് കേട്ടോ 750 റുപ്യന്റെ ഗോൾഡൻ ഫ്രൈ. പഴംപൊരിയുടെ മാവില് കൂന്തലിട്ട് പൊരിച്ചെന്ന്. അല്ല പൊക്കാടിന്റെ മാവില് 750 റുപ്യന്റെ സാധനമാണ്. രസമില്ല. രസമുണ്ട്. തംസ് ഡൗൺ. രസമുണ്ട്. ഇഷ്ടല്ല. ഇസിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. എന്റെ ബാഗിലായിരുന്നു. രസമുണ്ട് കാണാന്. നമുക്ക് ഏതെങ്കിലും പാർട്ടിക്ക് കയറിയാലോ, പബ്ബിലേറ്റോ, എന്നിട്ട് ഇങ്ങനെ 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 DJ ആക്കിയാലോ? ആലോചിക്കാം. ആലിബ് പോവൂല, നോക്കിക്കോ. ഹി ഈസ് നോട്ട് എ പാർട്ടി പേഴ്സൺ. ബാഗാ ബീച്ചിൽ നമ്മൾ കഴിച്ച ഫുഡിന് ടോട്ടൽ എത്ര ആയത്? 2300. 200. ഒരു കൂന്തോർച്ചത് മറ്റേ. പക്ഷെ നമ്മളില്ലേ ഇപ്പം വന്ന സ്ഥലം അത് അടിപൊളിയാ. ഇവിടെ ചായക്ക് 20 റുപ്യ ഉള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷം. കാരണം സാധാരണ സ്ഥലത്ത് ചായക്ക് നേരത്തെ 90 പിന്നെ 70 പിന്നെ 150. നമ്മൾ ഇവിടെ പോയപ്പോൾ 150. പക്ഷെ ഇവിടെ 20 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെനു കുറച്ചൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ വിചാരിക്കാം ഇനി ഫുൾ ഡേ വെജ് ആക്കിയാലോ. ആലിബ് വാങ്ങിയത് പനീർ ബട്ടർ മസാലയും ബട്ടർ നാനും അല്ലേ? ഞാൻ വാങ്ങിയത് ചോറ് വന്നിട്ടില്ല. ആൻഡ് നമ്മള് എന്തേനും ഇത് മസാല പപ്പട് 2 90 റുപ്യ. നമ്മൾ അവിടെ നോക്കിയത് എത്ര? ഒന്നിന് 150 റുപ്യ. രസമുണ്ടോ? ഞാൻ വാങ്ങിയത് വെജ് താലിയാണ് കേട്ടോ. നല്ല ഇത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. അത്രയും വിശപ്പുണ്ട്. ഇന്നത്തെ നമ്മള് ഫുഡ് കഴിച്ച് അവിടെ കൊടുത്തതിനെക്കാട്ടും 3 ഇരട്ടി കുറവ്, 3-4 ഇരട്ടി. പക്ഷെ പള്ളറിഞ്ഞ് റാത്തായി. ഇനി ഒന്ന് പോയി കിടന്നാൽ അറിയില്ല, അത്രയ്ക്ക് ഉറക്കമുണ്ട്. സമയം ഇപ്പോൾ 1:30 ആയി. പക്ഷെ ഇവിടെ കുറേയൊക്കെ ഷോപ്പ് പൂട്ടി, പക്ഷെ എന്നാലും കുറേയൊക്കെ ഓപ്പൺ ആണ്. വാ ബന്ധാന. ഓക്കെ ഗൈസ്, റൂമിലെത്തിയിട്ട് കാണാം. ഗൈസ് ഫൈനലി നമ്മള് റൂമിലെത്തി. വണ്ടി വർക്ക് ചെയ്യാണ്. എന്റെ പഠിച്ചോനെ എന്റെ പള്ള പൊട്ടുന്ന്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ എല്ലാത്തിനും 50 റുപ്പീസ് 100 റുപ്പീസ് ആണ്. അപ്പം ഞാൻ അവിടെ നിന്ന് 50 റുപ്പീസിന് വാങ്ങിയൊരു ബ്രേസ്ലെറ്റ് ആണ്. കണ്ടില്ലേ? നല്ല രസമല്ലേ ഇത്? അവിടെ പിന്നെ വീട്ടിലേക്ക് ഗോവ നെയ്തിയൊരു സൊവനിയർ അതിനെന്താ പറയാ? അതന്നെ. ഇതിന് 50 റുപ്യന്നുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി. ഇതിന് 100 റുപ്യ. പിന്നെ 100 രൂപ ഗൈസ്. ഇതിന് പൊട്ടത്തരം പറയല്ലേ. ഞാൻ ഇടല്ലോ, ഞാൻ മനുഷ്യനല്ലേ. എടാ ഇതിന് 50 റുപ്യ ഉള്ളടാ. പിന്നെ ഇത് ആലിബ് വാങ്ങിയത്. ഇതിട്ടോ ഈ സിൽവർ. ഇതെനിക്ക് ഒരു ഫോളോവർ അയച്ചു തന്നതാ. നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മള് റൂമിലെത്തിയിട്ട് കാണാം. എല്ലാം ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ആക്കിയാലോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഞാൻ റൂമിലൊന്ന് എത്തിയിട്ട് ഉറങ്ങുള്ളൂ, വേറെ ഒന്നുമില്ല. വീഡിയോ എഡിറ്റാക്കോ ഉറങ്ങും. ആലിബ് ജലദോഷത്തിന്റെ ഗുളിക കുടിക്കട്ടോ. കുടിച്ച് ഇപ്പം ഓഫ് ആവും. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ബാക്കി നാളെ Day 2 വേറെ വ്ളോഗ് ഇടാം. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഒരു മുടുക്ക്. ഞങ്ങൾക്ക് നമ്മള് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മള് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്.
കസ ഡി ഗോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലതാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ. നല്ല അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദാലിബ് ഓക്കെ ബൈ ഗൈസ്.